തൊട്ടടുത്ത് പാപ്പിനിശ്ശേരിയിൽ നമ്മുടെ സുഹൃത്തുണ്ട് റിയാസ്. ഇടയ്ക്കൊക്കെ പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്, തീരെ വയ്യ, അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. ഞങ്ങളിന്ന് കാണാൻ പോയിട്ട് കരഞ്ഞു വരിക. നല്ലൊരു ചെറുപ്പക്കാരൻ, 30-35 വയസ്സേ ഉണ്ടായിട്ടുള്ളൂ, ആവുന്നുള്ളൂ. കാലുകൊണ്ട് നടക്കാൻ വയ്യ, 2 കാലുകൊണ്ടും വയ്യ, ഹാർട്ടിന് പ്രശ്നം. ഇപ്പൊ ശരീരം 10-15 കിലോ കുറഞ്ഞു. ഒരു ഭക്ഷണം വയറ്റിലേക്ക് ചെന്നാൽ പിന്നെ വേദനിച്ച് അത് വയറ്റിന്ന് പോകണമെങ്കിൽ 4 ഗുളിക കുടിക്കണം. കഞ്ഞി പോലെയുള്ള സാധനം ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഡയഫ്രത്തിന് പ്രശ്നം വന്നിരിക്കുന്നു, ബ്ലഡ് സർക്കുലേഷൻ പോകുന്നില്ല ആമാശയത്തിലേക്ക്. നമ്മളൊക്കെ എത്ര ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്നു. എടാ സഹോദരൻ, ആഴ്ചകളായി ഭക്ഷണം കഴിക്കാതിരുന്ന ഭാര്യയോട് പറഞ്ഞിട്ട്, ഇച്ചിരി ചോറ് എനിക്ക് തിന്നാൻ ബോധ്യാവുന്നു, ഒന്ന് ഇച്ചിരി ചോറ് വെക്കണേ. എന്തോ ഒരു ഇലക്കറ എന്തോ വെച്ചുകൊടുത്തു. ആ ചോറ് കഴിച്ചിട്ട് 4 മണിക്കൂർ കരഞ്ഞു, വയറ്റിലേക്ക് സാധനം എത്തിയതിന്റെ വേദന സഹിക്കാൻ പറ്റാതെ. എന്നിട്ട് ഗുളികയും മരുന്നും കുടിച്ചിട്ടാണ് ആ വേദന ശമിക്കുന്നത്. ആ ഭക്ഷണം ഒരാഴ്ച, ഈ ഗുളിക കുടിച്ചില്ലെങ്കിൽ ഒരാഴ്ച ആ ഭക്ഷണം വയറ്റിൽ കിടക്കും. അത് വയറ്റിന്ന് പോകണമെങ്കിൽ 4 ഗുളിക വീതം കഴിക്കണം ഒരു നേരം. അദ്ദേഹത്തിന് കൊച്ചു വീട് വെച്ചു കൊടുക്കാൻ ഞങ്ങളൊരു ശ്രമം നടത്തി. ആ വീട് സ്ട്രക്ചറൊക്കെ ആയിക്കഴിഞ്ഞു, വീൽ ചെയറിലേക്ക് കയറാൻ കഴിയുള്ള വീട്ടിലേക്ക്. ആ വീട്ടിൽ നിന്ന് ടൈല് വിരിച്ച് വാതിലും ജനലും വെച്ചുകൊടുത്തൊന്ന് അടുക്കളയും ശരിയാക്കി കൊടുക്കാൻ 7 ലക്ഷം രൂപയുടെ കുറവുണ്ട്. ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ആരെങ്കിലും സുമനസ്സുകൾ നിങ്ങൾക്ക് ഈ നാട്ടിൽ, ഞാനത് മലപ്പുറത്തുനിന്ന് വന്നിട്ട് ചെയ്തു കൊടുക്കാൻ നമുക്ക് പരിധിയില്ലേ? റിയാസിന് വേണ്ടി ഓരോ മാസത്തിലും കഞ്ഞി കുടിക്കാനുള്ള പൈസ നമ്മുടെ സുഹൃത്ത് സൗദിയിൽ നിന്ന് അയച്ചു കൊടുക്കുന്നുണ്ട്. 7000 രൂപ. അതുകൊണ്ട് എവിടെ എത്തൂല എന്ന് എനിക്കറിയാം. പക്ഷെ ഒരു 7000 രൂപ അത്രയെങ്കിലും അത് കിട്ടിയില്ലെങ്കിൽ ആ വീട് പട്ടിണി കൊണ്ട് മരിക്കും. പുറത്ത് പറയാൻ മടിയാണ്. ഇനിയൊരു ജോലി കിട്ടുമോ, എനിക്ക് നടക്കാൻ പറ്റുമോ? മക്കൾ ചോദിക്കണ്ട, വാപ്പാ ഞാൻ നടക്കൂലല്ലേ? 35 വയസ്സുള്ള ചെറുപ്പക്കാരനോടാണ് ചോദിക്കുന്നത്. 4 വയസ്സും 7 വയസ്സും ഉള്ള 8 വയസ്സുള്ള 2 ആൺകുട്ടികൾ, ഒരു ഭാര്യയും താനും അടങ്ങുന്ന ഒരു വാടക വീട്ടിലാണ് ഇപ്പൊ കഴിയുന്നത്. ഒരുപാട് ചികിത്സ ചെയ്യേണ്ടതുണ്ട്. ഈ ഓപ്പറേഷൻ ചെയ്താൽ ദഹനം നടക്കും, പക്ഷെ അതിന് 2 ലക്ഷം രൂപ വേണം. എന്താ ചെയ്യാന്ന് പറഞ്ഞ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കും, മനുഷ്യന് വരുന്ന അവസ്ഥകൾ. ഓടിച്ചാടി നമ്മളെപ്പോലെ നടന്നിരുന്ന, ഗൾഫിലൊക്കെ ജോലി ചെയ്തിരുന്ന ചെറുപ്പക്കാരനാണ് നമ്മുടെ തൊട്ടടുത്ത് ഈ പാപ്പിനിശ്ശേരി. ഞാൻ ചിലപ്പോൾ മുമ്പ് പറഞ്ഞപ്പോൾ വളപട്ടണം എന്നായി പോയിരുന്നു അല്ലേ? അപ്പൊ ഇബ്രാഹിം വളപട്ടക്കാരൻ മുഴുവൻ എണീറ്റ് വന്നേ, ഞങ്ങളെ നാട്ടിലല്ല. ആയിക്കോട്ടെ, അത് ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഞങ്ങൾ നോക്കുമല്ലോ, അത് പാപ്പിനിശ്ശേരിയാന്ന് പറഞ്ഞു. ഓക്കെ, പാപ്പിനിശ്ശേരി. അപ്പൊ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ശ്രദ്ധിക്കുക കൂടെയുള്ള ആളുകളെ. നമുക്കൊരുപാട് ഒരാളെന്നെ സ്ഥിരം ചോദിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരും, സ്വാഭാവികമാണ്. നമ്മളൊക്കെ റമദാനിൽ ഒരു റമദാൻ കിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും, വലിയ അരിച്ചാക്കാണ് ഇറക്കി കൊടുത്തു പോകുന്നത്. ഒരു റമദാൻ കിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 15 ദിവസം കഴിയാണ്ടാവും. അത് കഴിഞ്ഞിട്ട് തന്നെ ജീവിക്കണ്ടേ? മാസം എത്ര ഉണ്ട് അതിന് ശേഷം? നമ്മൾ കൊടുത്തില്ലേ? ആരായി പറയുന്നത്? എന്റെ മുഅ്മിനീങ്ങളെ, നമ്മള് ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ വാക്കുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കുക. വെറുതെ പറഞ്ഞാലും ഓപ്പറേഷൻ നടന്നിട്ടുണ്ടോന്നാവോന്ന് വെറുതെ പറയണോന്ന്. സുബ്ഹാനല്ലാഹ്. കീച്ചേരി ഐക്കാം ഭാഗം അല്ലെ, അങ്ങനെ പറഞ്ഞ മനസ്സിലായോ? ഒരു വാടക വീട്ടിലിപ്പോ താമസിക്കുന്ന ഒരു ഹിന്ദു സഹോദരന്റെ, ആ മനുഷ്യൻ അയാളുടെ നല്ല മനസ്സുകൊണ്ട് വാടക വാങ്ങിക്കുന്നില്ല. പക്ഷെ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം. ചോർന്നൊലിക്കുന്ന വീടാ. ഇതിനിടക്ക് ബാത്റൂമിന്റെ അടുത്തൊക്കെ ആരോ കള്ളന്മാര്, നുണച്ചു കള്ളന്മാരുണ്ടാവുമല്ലോ, പെണ്ണുങ്ങളൊക്കെ വീട്ടിലുണ്ടാവുമ്പോ എന്തി നോക്കാൻ വരുന്നവര്. അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് കുറച്ച് ഇഷ്ടിയൊക്കെ വെച്ചിട്ട് അത് പഠിച്ചതാ. അപ്പൊ നമ്മുടെ മുമ്പില് ഞാനിത് പറയുന്നത്, ഒരുപക്ഷെ ഈ വാള് വേറെയും പല നാട്ടുകാരും എത്രയോ വർഷങ്ങൾ, ഇപ്പൊ ഞാൻ മരിച്ചു പോയാലും ഇപ്പൊ കേൾക്കുന്നുണ്ടാവും. പക്ഷെ ഞാനിപ്പോ നിങ്ങളോടായി പറയുന്നത്, പാപ്പിനിശ്ശേരിക്കാരോട്, നിങ്ങളൊന്ന് ശ്രദ്ധ വെച്ചാൽ ആ കുടുംബം, അതുപോലത്തെ കുടുംബങ്ങൾ വേറെ ഉണ്ടാവട്ടോ. എനിക്കറിയില്ലേ, റിയാസിനെ എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയണത്. ഞാൻ ഇടയ്ക്ക് പോകുമ്പോൾ, ഈ വഴിക്ക് പോകുമ്പോൾ കാണും. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു നേരം, ആ ഒരു പകലിന്റെ ഇടയ്ക്ക് ഒരു അല്പം ഒന്ന് തലചായ്ച്ചാൽ എനിക്ക് ക്ഷീണം മാറുമെന്ന് തോന്നിയിരുന്നു. പക്ഷേ റിയാസിന്റെ അടുത്ത് പോയിട്ട് മതി, അപ്പോഴേക്കും എന്നെ ഇവിടെ എത്താൻ സമയമായി. ആ ഓട്ടപ്പാച്ചിലിന്റെ ഇടയിൽ ഞാൻ ചെന്ന് കണ്ടു. അപ്പൊ പറയും, ഇപ്പൊ ആരും കാണാൻ വരലൊന്നുമില്ല, എല്ലാവരും കണ്ടുമടുത്തു. 3 കൊല്ലായില്ലേ? നമ്മളൊരു മരുന്ന് വാങ്ങി കൊടുത്താൽ നമ്മൾ മരുന്ന് വാങ്ങി കൊടുത്തില്ലേ? അതിന്റെ ശേഷം എത്ര ചികിത്സ വേണ്ടി, എത്ര ഓപ്പറേഷൻ. ഹിപ്പ് മുഴുവനും സ്ക്രൂ ആണ്, നിൽക്കാൻ പറ്റില്ല. ഈ ഊരയുടെ ഹിപ്പ് മാറ്റിവെച്ചതാ. കാല് ഒടിയാണ്, നിന്നാൽ എന്നിട്ട് കാലിന് പ്രത്യേക സാധനം വെച്ചിരിക്കുകയാണ്. വടി പിടിച്ചിട്ട് എണീക്കാൻ പറ്റുള്ളൂ, ബാത്റൂം പോകാൻ പറ്റുള്ളൂ. തലകറങ്ങി വീഴും.
ഒരു ഭക്ഷണം കഴിച്ചാൽ 2 മണിക്കൂർ വാവിട്ട് കരയണം ആ ഭക്ഷണം വയറ്റിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. ആലോചിക്കും മുഅ്മിനെ. അള്ളാഹു ശിഫ കൊടുക്കട്ടെ, അള്ളാഹു ശിഫ കൊടുക്കട്ടെ, അള്ളാഹു ശിഫ കൊടുക്കട്ടെ. ആ ചെറുപ്പക്കാരന് വേഗം, ഞങ്ങളിപ്പോ കുറച്ച് പൈസ ഒക്കെ ചെലവാക്കി വീട് ഇത്തറാക്കിയിട്ടുണ്ട്. ഒരു 7 ലക്ഷം കൂടെ കിട്ടി, അത് മിനിമമാണ്. അത് നമ്മുടെ ഒരുപാട് നമ്മുടെ കാഞ്ഞങ്ങാടുള്ള നമ്മുടെ ഹബീബ്സ് എന്താണ് ഹബീബ് ഖാന്റെ പേര്, കൂളിക്കാട് ഹബീബ് ഖാൻ എന്ന് പറയുന്ന ചിത്താരിയിൽ, സൗത്ത് ചിത്താരിയിലെ പ്രിയപ്പെട്ട സുഹൃത്ത് ടൈൽസ് ഒക്കെ ഇറക്കി കൊടുത്തു. അതിന്റെ കോസ്റ്റ് പോലും വാങ്ങിക്കാതെ, അല്ലെങ്കിൽ മിനിമം കോസ്റ്റില്. നമുക്കറിയുന്ന ആളുകളൊക്കെ ഇവിടെ, നമ്മുടെ AK അബ്ദുള്ള സാഹിബ് ഉണ്ട്, മാതമംഗലത്തിന്റെ മുനീർ സാഹിബ് ഉണ്ട്, ഇവിടെ എന്റെ റഷാദ് ഉണ്ട്. ഇവരൊക്കെ കൂടി ചെറിയൊരു, ഞങ്ങൾ അറിയുന്ന 4 ആളേ ഉള്ളൂ, എന്തൊക്കെയോ നമ്മളെ കൊണ്ട് പറ്റുന്ന ഇതുവരെ എത്തിച്ചു. ഇനിയും മുന്നോട്ട് പോകണം. അതുകൊണ്ട് നമ്മുടെ നാട്ടുകാരെന്തെയും ഒന്ന് മനസ്സ് വെക്കണം. ദീനിയായി ജീവിച്ച മോനാണ്. എനിക്ക് റിയാസിനെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കുരുത്തക്കേട് കളിച്ച് വന്ന മോനല്ല.